നമസ്കാരം. മഹാഗുരു ശരണം. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ആസ്ട്രോളജി കൺസൾട്ടേഷൻ ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട്. പക്ഷെ നമ്മൾക്ക് വീണ്ടും അത്തരത്തിലുള്ള കോളുകൾ ഒത്തിരി വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥന അർപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് കുറച്ച് ആൾക്കാരൊക്കെ പറയുണ്ടായിട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സാറ് സങ്കല്പം ചെയ്ത് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സങ്കല്പത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അതിൽ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ സൽസന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടും, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടും, അങ്ങനെ നമ്മൾ ഒത്തിരി 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 കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് സങ്കല്പം നടത്തുന്നത്. ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ആ സങ്കല്പങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. അപ്പോൾ തന്നെ നിങ്ങളുടെ ആ പ്രാർത്ഥന നിങ്ങൾക്ക് കേൾക്കുന്നവരിലേക്കാണ് ആ എനർജി നമ്മൾ പാസ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നവർക്ക്, അതായത് ചാനൽ കാണുന്നവർക്കും അതേപോലെ ആ വീഡിയോ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമാകുന്നത് അങ്ങനെയാണ്. നമ്മൾ പരിപൂർണമായിട്ടുള്ള സങ്കല്പമാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടും, നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ടും, അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ സങ്കല്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾ പല കാര്യങ്ങളും ആവശ്യപ്പെടുക കേട്ടോ. കാരണം മിക്കപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കുന്നുണ്ട്. അതേപോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതാണ് നമ്മൾ ജഗത് കല്യാണം, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എല്ലാവരുടെയും ആവശ്യങ്ങളാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച് നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങളിലൊക്കെ വെച്ച് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് സങ്കല്പം കൊടുക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും തിരിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇന്നും അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കോൾസുകൾ വരെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ദയവേത് ശ്രദ്ധിക്കണേ. നമ്മുടെ ചാനലിൽ ശ്രീനിവാസ പൈ സാർ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഏത് ക്ഷേത്രത്തിലാണ്, എവിടെയാണ് ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും തത്വമസിയുടെ ഗ്രൂപ്പ് വഴിയാണെങ്കിലും നമ്മുടെ ചാനൽ വഴിയാണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ ഇൻഫർമേഷനും അപ്ഡേഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദയവേത് ശ്രദ്ധിക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഒരു തവണ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനകളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടും. അപ്പോൾ ദയവ് ചെയ്ത് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ നിയോഗം, ഒരു കഥ പറയാം കേട്ടോ. കഥയല്ല, ഇന്ന് നടന്നൊരു ഇൻസിഡൻ്റാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഒരു ബാലൻ പുറത്ത് നിന്നുകൊണ്ടിരിക്കുന്നു. ആ ബാലനെ സർ അരികിലേക്ക് വിളിക്കുകയാണ്. അവൻ വരുന്നു. അവനോട് പേര് ചോദിച്ചു. അവനൊന്നും മിണ്ടുന്നില്ല. എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല. പല കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. ചോദിച്ചു നോക്കി. അവനൊരക്ഷരം സംസാരിക്കുന്നില്ല. പല ഭാഷകളിൽ സംസാരിക്കാൻ ശ്രമിച്ചു നോക്കി. അപ്പോൾ അവൻ മലയാളം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി. അവൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴയിലാണെന്ന് മനസ്സിലായി. അവൻ്റെ പേര് കുറച്ച് കഴിഞ്ഞപ്പോൾ പേര് പതുങ്ങിയ ഒരു സ്വരത്തിൽ അവൻ പേര് പറഞ്ഞു. പക്ഷെ വ്യക്തമായില്ല. അപ്പോൾ മോൻ്റെ ആരെങ്കിലും അകത്ത് തൊഴാൻ പോയിട്ടുണ്ടോ, അതുകൊണ്ടിട്ടാണോ വെളിയിൽ നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ് തലയാട്ടിയത്രേ. അപ്പോൾ അകത്തേക്ക് സാറ് പ്രവേശിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ മകനാണോ പുറത്ത് നിൽക്കണേ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, എൻ്റെ മകനാണ്. കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ പറഞ്ഞു, അവന് സംസാരശേഷി കുറവാണ്, അവന് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇത് കേട്ട മാത്രയിൽ സാറ് ചോദിച്ചു, ഞാൻ അവനൊന്ന് ബ്ലെസ് ചെയ്തോട്ടെ, നിങ്ങൾ പെർമിഷൻ തരികയാണെങ്കിൽ ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അവർ പരിപൂർണമായിട്ട്, അവർക്ക് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ആ ക്ഷേത്രനടയിൽ വെച്ചിട്ട് ചോദിച്ചത് കൊണ്ടിട്ട് അവർ പറഞ്ഞു, അതിനെന്താ സ്വാമി ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കുഞ്ഞിനെ അദ്ദേഹം ബ്ലെസ് ചെയ്യാണ്. അതിനുശേഷമാണ് ആ അമ്മ പറയുന്നത്,
ഈ കുഞ്ഞിൻ്റെ പേര് അമൃതരാജ് എന്നാണ്. ആ കുഞ്ഞിന് അമൃതാനന്ദമയിയാണ് ആ പേരിട്ടത്. അപ്പോൾ അമൃതാനന്ദമയി മഠത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയ കാര്യങ്ങളൊക്കെ സാറിൻ്റെ ചാനൽ വഴി നമുക്ക് അപ്ഡേഷൻ ലഭിച്ചതാണ്. ഒത്തിരി കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. തത്വമസിയിലുള്ളവർക്കൊക്കെ അറിയാം. ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ഈശ്വരൻ, ഈ പ്രപഞ്ചം അസൈൻ ചെയ്യുന്ന ഓരോ ടാസ്കുകളാണ്, നമ്മുടെ ദൗത്യമാണ് ഓരോന്നും. ഇപ്പോൾ നമ്മിലേക്ക് അറിയാതെ നമ്മളിലേക്ക് ഒഴുകി വന്ന ഒരു അസൈൻ ചെയ്തൊരു ടാസ്ക്കായിരുന്നു, ഒരു നിയോഗമായിരുന്നു ആ ബാലനെ കണ്ടുമുട്ടുക എന്നുള്ളത്. അവൻ്റെ പേരും അതേപോലെ ആ ഒരു അമൃതാനന്ദമയായിട്ടുള്ളൊരു കണക്ഷനും, അതേപോലെ സാറിന് പോയപ്പോൾ ആശ്രമത്തിൽ പോയപ്പോൾ ലഭിച്ച അനുഭവങ്ങളും, കറക്റ്റ് ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനൊരു കുഞ്ഞിനെ കാണാനും അവനെ ആ ഒരു അനുഗ്രഹത്തോടുകൂടി, ആ ബ്ലെസ്സിങ്ങോടുകൂടി അവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആക്കി കൊടുക്കാനും, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അത് നമുക്കൊരു നിയോഗം പോലെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഓരോ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ അതിശയിക്കും, എങ്ങനെയാണ് നിയോഗം, എന്താ നമ്മുടെ നിയോഗം, എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ. മനസ്സിരുത്തി ഒന്ന് കണ്ണടച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് നിയോഗിച്ചിരിക്കുന്ന നിയോഗങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഈ എറണാകുളത്ത് നിന്ന് സഞ്ചരിച്ച് കൂടൽമാണിക്യം വരെ പോയി, അവിടെയും നമ്മുടെ ഒരു നിയോഗം കാത്തിരിക്കുകയാണ്. അതേപോലെ ക്ഷേത്രത്തിൽ പോയി ആ കുഞ്ഞിനെ കണ്ടു, പരിപൂർണ സന്തോഷത്തോടു കൂടി ആ ഭഗവാൻ പ്രസാദം, അതായത് വഴിപാട് ചീട്ടാക്കിയ പ്രസാദത്തിനേക്കാളും കൂടുതൽ ഉണ്ണിയപ്പവും അതേപോലെ അവലും പിന്നെ വഴുതനങ്ങ നിവേദ്യവും അതിൻ്റെ കൂടെ പാൽപ്പായസവും താമരയും എല്ലാം ലഭിച്ച് സംതൃപ്തിയോടുകൂടി തിരിച്ചു മടങ്ങി ആ പ്രസാദങ്ങളൊക്കെ അവിടെയുള്ള ആലിൻ്റെ ചുവട്ടിൽ വെക്കുകയാണ്. വെച്ചിട്ട് സാറ് പെട്ടെന്ന് അവിടെ നിന്നൊരു വീഡിയോ എടുക്കുകയാണ്. ആ വീഡിയോ തീർച്ചയായിട്ടും നല്ല, ഞാനത് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ദയവേത് കാണുക. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഈശ്വരീയത്തിലേക്ക് ഇടാൻ വേണ്ടി അയച്ചു തരികയാണ്. അയച്ചു തന്ന മാത്രയിൽ തന്നെ, വീഡിയോ വന്ന മാത്രയിൽ ഞാൻ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്ത്, ഞാൻ ആദ്യം കാണുന്നത് തന്നെ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ, മുട്ടിൽ നീന്തി നടക്കുന്ന കുഞ്ഞ് കൃഷ്ണൻ. ആ കൃഷ്ണന് ഒരു നീല നിറത്തിലുള്ള കറുത്ത തലമുടിയൊക്കെയുള്ള, കയ്യിലൊരു വെണ്ണക്കലം ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞി കണ്ണൻ. ആ കണ്ണനെയാണ് ഞാൻ കാണുന്നത്, ഒരു ഉണ്ണിക്കണ്ണന്. ആ കണ്ണൻ്റെ പിന്നിലായിട്ട് ഒരു ഗണപതിയെയും കാണുന്നുണ്ട്, സ്വർണ്ണ നിറത്തിലുള്ള തുമ്പിക്കൈയൊക്കെ ഉള്ള ഒരു ഗണപതി. അപ്പം ഞാൻ ഇതാണ് കാണുന്നത്. ഇപ്പോൾ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഹരേ കൃഷ്ണ, എത്ര നാളായി ഞാൻ ഇങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനെ വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മുട്ടിൽ ഇഴഞ്ഞ് നടക്കുന്ന, കയ്യിൽ വെണ്ണക്കലമുള്ള ആ കുഞ്ഞിക്കണ്ണനെ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ നോക്കും, ഇങ്ങനത്തെ ഒരു ഉണ്ണിക്കണ്ണനെ എനിക്കില്ലല്ലോ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഇത്രയും നാളായിട്ട് വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നല്ല വെള്ള മാർബിൾ പോലെ ഇരിക്കുന്ന, അങ്ങനെയൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് നീല ഉണ്ണിക്കണ്ണൻ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ് സാറിന്ന് പോയിരിക്കുന്നത്. സാറിപ്പോൾ അവിടെ നിന്ന് ഉണ്ണിക്കണ്ണനെ വാങ്ങിയോ? അപ്പം ഇനി കാറിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഗണപതിനെ വാങ്ങിച്ചേക്കണേ എന്ന് വിചാരിച്ചിട്ട്, എന്തായാലും കൊള്ളാമല്ലോ, സ്വർണ്ണ നിറമാണ്. ബാക്കി കാണാൻ പറ്റണില്ല, തലയുടെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. വീഡിയോ ഓൺ ചെയ്യുകയാണ്. ബാക്കി സാർ അയച്ചു തന്ന ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വീഡിയോ ഒക്കെ കണ്ടു. വളരെ സന്തോഷം. അപ്പോൾ യൂണിവേഴ്സിനോടും സാറിനോടൊക്കെ മനസ്സാൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഈ വീഡിയോയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം അവിടെ അങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനും ഇല്ല, ഒരു ഉണ്ണി ഗണപതിയും ഇല്ല. അവിടെയുള്ളത് ഉണ്ണിയപ്പവും പാൽപ്പായസവും സാറിന് കിട്ടിയ കുറച്ച് എന്താ പറയുക നിവേദ്യങ്ങളും, അതേപോലെ അമ്പലത്തിലെ പ്രസാദമാണ് ആ ഇരിക്കുന്നത്. ആ ക്ഷേത്രത്തിലുള്ള പ്രസാദമാണ് അതെല്ലാം. അതിൽ ഉണ്ണിക്കണ്ണനും ഗണപതിയും ഒക്കെ പ്രത്യക്ഷ രൂപേണ നമ്മൾക്ക് തന്ന അനുഗ്രഹവും ദർശനവുമാണ്. അത് ആലിൻ്റെ ചുവട്ടിൽ തന്നെ. അപ്പോൾ അത് എത്ര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയില്ല അതിൽ കാണാൻ സാധിച്ചത്. അതാണ്, തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വരനുണ്ട്. എല്ലാവരും ചോദിക്കും, എന്താ പറയുക, തള്ളുകയാണോ, ഞങ്ങൾക്കൊന്നും കാണാൻ സാധിക്കണില്ലല്ലോ. കാണുന്നവർ പലരും ഉണ്ട്. തത്വമസിയിൽ തന്നെ നമ്മളൊന്ന്
ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. നമുക്ക് പല രീതിയിൽ എനർജി സെൻസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അവിടെ തന്നെ പരിചയപ്പെടാം. നമ്മളെക്കാളും വളരെ പ്രഗത്ഭരായ, അത്രയും സെൻസിറ്റീവായിട്ട് എനർജിയെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നവർ. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈശ്വര ചൈതന്യമുണ്ട്. കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നമ്മളുടെ കഴിവുകേടാ. കാണാൻ ശ്രമിക്കുക. കാണാൻ ശ്രമിക്കുമ്പോൾ എല്ലാത്തിലും ഈശ്വരഭാവം ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു പുണ്യമാണ് കേട്ടോ. അതൊന്നും നമ്മുടെ കഴിവുകളൊന്നുമല്ല. എന്തോ മുൻജന്മ പുണ്യമോ അല്ലെങ്കിൽ എന്തൊക്കെയോ കർമ്മങ്ങളുടെയൊക്കെ ഇതായിട്ട് ഇതംന മമ എന്നല്ലേ പറയുക. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.